എങ്ങോട്ടാ? വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ചെറുളം, കോഴിക്കോട് ബദിരൂരാ. അങ്ങോട്ട് അതൊന്ന് കാണാൻ വേണ്ടി പോവുക, വീട്ടിലൊന്ന് സ്ഥാപിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പരിപാടി. മാലിന്യ ഇതല്ലേ. എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ? ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് ഒഴികെ എല്ലാ വേസ്റ്റുകളും ഇട്ട് വളാം. നമ്മുടെ അടിച്ചാലും ചെണ്ടി അടക്കം ഇട്ട് വേസ്റ്റ് എല്ലാ വേസ്റ്റും ഇട്ട് വളാക്കിയെടുക്കുക. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റ് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇത് സ്ലറി എടുക്കുക. രണ്ടുണ്ട് കാര്യം. ഈ സ്ലറി എടുക്കുക, അതും നല്ല വളമാണ്. കമ്പോസ്റ്റ് കൂടാതെ സ്ലറി എടുത്ത് 10 ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ചാൽ ചെടിക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കേണ്ടത് നല്ലതാണ്. ഇതിൽ ഓരോരോ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. വലുപ്പത്തിന് അതാണ്. ഇത് 100-ൻ്റെതാണ്, 100 ലിറ്ററിൻ്റെതാണ്. പിന്നെ ഏറ്റവും വലുതാണ് 200 ലിറ്റർ. ഫ്ലാറ്റിലേക്ക് സ്കൂളിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് കുറേ കിട്ടും. ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിള് ഉണ്ട്. ഇതൊക്കെ ഇതിൽ നിങ്ങളെ ഇതിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇപ്പം തുടങ്ങിയാൽ അതൊന്ന് സൈഡാക്കി പിടിച്ചതാണ് ഇപ്പോൾ. ഈ വാഴയൊക്കെ ഇട്ട് ഞാൻ ജൈവ വളത്തിൽ ഉണ്ടാക്കുന്ന പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ട് കുറച്ച്. നിങ്ങൾ വീട്ടിൽ എത്തിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കായിരിക്കും. എത്തിച്ച് ഞങ്ങൾ എവിടെയാണ് എത്തിക്കേണ്ടത്, എവിടെ വെക്കേണ്ടത്, ഇതിൻ്റെ അവിടെ വെച്ച് ഞാൻ സെറ്റ് അതിൻ്റെ ഇടാനുള്ള ബാക്ടീരിയ അടക്കം കൂടി. അതാണ് അത് വളം കുറെ കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അതാണ് ഇത് നിറയാൻ കുറെ കാലം കിട്ടും. ഈ ബാക്ടീരിയ ഒക്കെ ഉണ്ട്. ബാക്ടീരിയ ചോദിച്ചു നിങ്ങൾ നേരത്തെ പറഞ്ഞ അതല്ലേ എടുക്കാം. അതിന്റെ വിഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ടാവും. നെറ്റ് ഉണ്ടല്ലേ? നെറ്റിട്ട് ഇതിലൊരു കുഴിമാതിരിയാണ്. അങ്ങനെ ഒരു വാൽവ് കൊടുത്തതാണ്. അപ്പൊ സ്ലറി ഇതിലെങ്ങനെ വരും, ഇങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്ത് ഒഴിവാക്കിയല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് 10 ഇരട്ടി വെള്ളത്തിൽ. 10 ഇരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്ട്രോങ് സാധനമായിരിക്കും. നമ്മളെ ഗോമൂത്രമൊക്കെ ചെടിക്ക് വയ്ക്കുന്നില്ല, അതുപോലെ 10 ഇരട്ടി വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ അത് ചെടി വാടിക്കും. അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് നല്ല സ്ട്രോങ് സാധനം. ഇത് വെള്ളം ഊറ്റിയിട്ടാണ് ഇടേണ്ടത്. എല്ലാ സാധനവും കഞ്ഞിയായാലും ചോറായാലും മീൻ്റെ മീൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് ഇടണം. എന്നിട്ട് അവസാനം എന്നാലും ഉണ്ടാവില്ലേ വെള്ളത്തിൻ്റെ അംശം, അതാണ് ആ നീരായിരുന്നു നല്ല വളമായിരിക്കും. അതിൽ 10 ഇരട്ടി വെള്ളം വെച്ചിട്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കമ്പോസ്റ്റിനെക്കാട്ടിലും ഗുണം ചെയ്യും. പിന്നെ ഇങ്ങനെ വീട്ടിലെത്തിച്ച് ഞങ്ങൾ സെറ്റായി കൊടുക്കും. കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ വളം വേണ്ടാത്തവർക്ക് നമ്മൾ അത് എടുത്ത് ഒഴിവാക്കി ഞാൻ കൊടുക്കുകയും ചെയ്യും. ഈ കുറഞ്ഞ സ്ഥലമുള്ള 2-3 സെൻറ്റുകൾക്ക് കൃഷിയൊന്നും ഉണ്ടാവില്ല. എന്നപ്പോൾ ഞങ്ങളോട് വളം നിങ്ങൾ കൊണ്ടുപോയി നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കും. അങ്ങനെയുണ്ട് പരിപാടി. ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഇതെന്തുണ്ടെങ്കിൽ PVC പൈപ്പായിട്ട് ഇതിൻ്റെ അത് ആദ്യം കുഴിച്ചിടലേന്. ആ കുഴിച്ചിട്ടിട്ട് ഈ വെള്ളം നിന്നിട്ട് കുഴിയിൽ വെള്ളം നിന്നിട്ട് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ആൾക്കാർ ആദ്യം റൊട്ടേഷനൊക്കെ കൊടുത്തിന് അത് സൈഡാക്കി വെച്ചിന്. ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. പഴയത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂടി തുറക്കുക. ഈ മൂടി തുറന്ന് ഇതിടുക, വേസ്റ്റ് ഇടുക. എന്നിട്ട് ഈ ബാക്ടീരിയയും ചകരിച്ചോറൊക്കെ ഇതാക്കിയിട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 2 മാസം അവിടെ വെക്കുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരാം. വളം തട്ടണമെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇത് മറ്റേ രീതി തന്നെയാണ്. നെറ്റുണ്ട്, ഇതിലൂടെ സ്ലറി എടുക്കുകയും ചെയ്യും. അതൊക്കെ ഇങ്ങനെയുള്ള തീരെ സ്ഥലം സൗകര്യം ഇല്ലാത്തതുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഇല്ല. സ്ലറി എടുക്കുന്ന ടൈപ്പ് ആയിക്കോട്ടെ. ഇത് അത്യാവശ്യം നല്ല ഇതാണ്. സ്ഥലം അത്യാവശ്യം സ്ഥലമുണ്ടല്ലോ. ഇതിനാകുമ്പോൾ സ്ലറി എടുക്കാൻ പറ്റൂല. അതിനെ കൊണ്ട് അതിലാകുമ്പോൾ സ്ലറി എടുക്കാനെ കൊണ്ട് അതായിരിക്കും 2 വേണ്ടി എടുക്കണ്ടല്ലേ? 2. അപ്പൊ നിങ്ങളാളെ കൊണ്ടുവന്ന് അത് സർവീസ് ചാർജും ഡെലിവറി ചാർജ് ഒന്നുമില്ല. അപ്പൊ 2 എടുക്കുമ്പോഴുള്ള ചാർജേ ഉള്ളൂ. എത്രയായി? ഒരു
അത് 2.5-ന്റെ 3600 ഞങ്ങൾ കൊടുക്കുന്നത്. ഇതാ 3400. 1.5-ന്റെ 1,900. ഇത് 1,800. അതും അതേ വില തന്നെയാണ്. 1,900 ഒന്നിന്, 2 3,600. ഒക്കെ അവിടെ ചെയ്തു തരും. നമ്മളൊന്നും നോക്കണ്ട, അവിടെ വെച്ച് എവിടെ വെക്കുന്ന വെച്ചിട്ട് സെറ്റ് ആക്കി. നമുക്കൊരു പറ്റിയ രീതിയിൽ 5-6 ഒരു ഇതിൽ ഇതായിരിക്കും പറ്റിയ സാധനം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാഞ്ചിൻ്റെ ഇത് റിംഗ് കമ്പോസ്റ്റാണ്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 8 മാസം മുതൽ ഒരു കൊല്ലം വരെ ചെറിയ കുടുംബം 5-ൻ്റെ 2 5-ൻ്റെ എല്ലാം ഒരു കൊല്ലം കിട്ടിയവരുണ്ട്. നിങ്ങൾക്കൊരു 8 മാസമൊക്കെ ഈ 4 5-ണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല. പിന്നെ സ്ലറി എടുക്കുന്ന 5-ല്ല അത് ഉപയോഗിക്കാം. പിന്നെ ഇതുണ്ട്, 1 മീറ്റർ പൈപ്പാണ് ഉണ്ടാകുക. അപ്പോൾ ആ പൈപ്പിൽ അതിൻ്റെക്കാട്ടിലും കുറച്ചും കൂടി കുറവായിരിക്കും. ഇത് തീരെ സ്ഥലം സൗകര്യം ഇല്ലാത്തവർക്ക് അതാണ്. വീട് 2 സെന്റ് 1 സെന്റ് വെക്കാൻ പറ്റില്ല. അപ്പം അത് എടുക്കുമ്പോൾ അത് ശരിക്കും രണ്ടും എടുക്കണം. എന്താണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിൽ 2 എണ്ണമാണ്. ഇപ്പോൾ റിംഗ് കമ്പോസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ 2 എണ്ണം ഞങ്ങൾ കൊടുക്കുക. ഇനിയിപ്പോൾ 1 വേണ്ടിയാൽ 1 കൊണ്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ എടുത്താൽ മതിയല്ലോ. 8 മാസം എന്തായാലും കിട്ടുമല്ലോ. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് മറ്റേത് എടുത്താൽ മതി. അതെന്താ 2 എണ്ണം എന്ന് പറയുന്നത് 1 നിറഞ്ഞ് കഴിഞ്ഞിട്ട് 2 മാസം അങ്ങനെ തന്നെ വെക്കണം. അതാവുമ്പോൾ മുകളത്തെയും കൂടി വളമായി കിട്ടണമല്ലോ. മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കാൻ അങ്ങോട്ട് ഇത് മറ്റേ വളാകുമ്പോഴത്തേക്ക് ബാക്ടീരിയ ഇതിലിടണം. അത് ഇത് ഇടുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ പിന്നെ നിറയാൻ താമസം പിടിക്കുന്നത്. പെട്ടെന്ന് അറിയില്ല. അപ്പൊ പൊടിയല്ല, ഈ സംസ്കരണം നടക്കുക. ചെറുങ്ങനെ പുഴു വരും. ആ പുഴു വന്നിട്ട് സംസ്കരണം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. വെള്ളം ഊറ്റിയിട്ടതിന് ശേഷം ഇതൊരു 1/2 ടീസ്പൂണ് ഒരു 3 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടുക. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഇടുമ്പോൾ ഇത് ഇടുക. പിന്നെ കുറച്ച് ചകിരിച്ചോറും ആ ചകിരിച്ചോറും ലേശം വെതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവും. നല്ല പ്രവർത്തനം നടത്തും. മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ടെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുള്ളതാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനം ഇത് പിന്നെ ഈ ചെയ്യുന്നത് കറക്റ്റ് അല്ലാത്തവരെക്കൊണ്ടാണ്. നമ്മളെന്നുണ്ടെങ്കിൽ ആ പ്രവർത്തന രീതി തന്നെ ഞാൻ തയ്യാറാക്കില്ല. ഈ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ മണമുണ്ടാവില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ എന്തെങ്കിലും സംശയവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. അങ്ങനെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ പ്രവർത്തന രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും നമ്മൾ വിളിക്കും. നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ എടുക്കാം. അതുമുള്ളതിൽ 2 അല്ലേ? 2 എടുക്കാം അല്ലേ? പിന്നെ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇളവൊക്കെ തരൂല്ലേ? ഇത് കണ്ടൊക്കെ വരുന്നവരുണ്ടാവൂലേ? ഞാൻ എടുത്താൽ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കുന്നത്. ഇനിയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ എന്ത് തീരുമാനിച്ച് അതില് 2 ടാങ്ക് വെക്കാനാണ് തീരുമാനിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫിറ്റ് ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന വരുന്ന വീഡിയോ നമ്മൾ അടുത്ത പാർട്ടായിട്ട് കാണിക്കാം. ഇതിൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം. ബൈ.